எல்லா வேலைலாம் எப்படி போகுது? எங்க வேலை இருக்கு? 5-6 நாளா மழை, வேலையே இல்ல. சும்மா ஒரு ரூம்லயே உட்காந்துருக்கேன். அப்புறம் என்ன செய்தி? கல்யாணம் முடிக்கிற வேலைலாம் எப்படி இருக்கு? பாட்டியாச்சா? அதெல்லாம் அதுக்கு வைக்க போகுது. நிறைய பேர் என்கிட்ட வந்து கேட்பேன், எப்படி கல்யாணம் முடக்கிற வேலை? அதுதானே என்னோட வேலை. முடக்கிட்டு தான் இருக்கேன். இன்னும் இன்னைக்கு முடக்கிட்டு தான் இருக்குது. அதே வேலையா இருக்கியா? அதே வேலையா இருக்குப்பா. என்னப்பா அப்புறம் எப்படி கேரளாவுல மழை பெய்யும்? പാർക്കൊക്കെ നല്ല വള്ളയിക്കണല്ല. ഒരു പരിപാടി നടക്കണില്ല. ഒരു ചായ കുടിച്ചിട്ടെങ്കിലും പോരേന്ന്. വിഞ്ഞാന്നൊരു പെങ്കട്ട് മുടക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പെങ്കട്ട് മുടക്കുമ്പോഴേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കുട്ടിയെ ഇവിടെ നിർത്തിക്ക. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇവന് ഈ നാട്ടുകാരനെ ആയിരിക്കും. ഇവനോടൊന്ന് ചോദിച്ചു നോക്കാം. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങളിപ്പോ എവിടുന്നാ വരണേ? അല്ല കുട്ടിയെ, ഞാൻ വന്നത് ഇന്റെ മോളെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ നമ്മളെ എന്താ പറയാ, ഇവിടെ തെരഞ്ഞോളി ഹൗസ് എന്ന് പറഞ്ഞ പോക്കരുന്നാണ് ചെക്കന്റെ പാന്റെ പേര്. ചെക്കന്റെ പേരെന്താ, സൽമാനോ അങ്ങനെ എന്തോ ആണ്. ഇവിടെ എന്താ നാട്ടുകാര് കുഞ്ഞുട്ടിയാ കുഞ്ഞിപ്പ അങ്ങനെ എന്തൊക്കെ ഒന്ന് വിളിച്ചു. എന്താ ചെക്കൻ പാട്? ചെക്കന്റെ നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയാണ്? അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. പൊന്നാര കാക്ക, അവനക്കൊക്കെ നിങ്ങളെ പെണ്ണ് കൊടുക്കോ? അവൻ MDM ആണ്. പേര് കേട്ട MDM. അവനെ പറ്റി നിങ്ങൾക്ക് അറിയാനിട്ടാണ്. എന്നാലും വേണ്ടിയില്ല, നിങ്ങൾ ശരിക്കൊന്ന് അന്വേഷിച്ചാല് അതാ നല്ലത്. പേര് കേട്ട MDM അത് വലിയൊരു പദവി ആയിരിക്കൂലേ? ഏതായാലും ഈ സംഗതി നടക്കും. കാരണം എന്റെ മോള് PhD ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സംഗതി എന്തായാലും പോക്കറിന്റെ പെരിക്ക് ഒന്നാണ്ട് പോകുന്നുണ്ട്. ഏതായാലും നോക്കട്ടെ. കേട്ടാ പടച്ചോനെ, ഈ കല്യാണത്തെ നടന്നിട്ടുണ്ടെങ്കില് എനിക്ക് ഈ നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റൂല. എങ്ങനെങ്കിലും ഈ കല്യാണം ഉള്ളിൽ കൂടി ചുറ്റിച്ചിപ്പ് നടത്തിയിട്ട് ഇത് മുടക്കണം. എല്ലാം ഞാൻ ശരിയാവൂല.